ഇപ്പോൾ നിലവിലുള്ള ഇടതു സർക്കാർ വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യാൻ ആരംഭിച്ചത് മുതൽ ആരംഭിച്ചിട്ടുള്ള വിദ്യാഭ്യാസ പ്രശ്നങ്ങൾക്ക് ഇനിയും പരിഹാരമുണ്ടായിട്ടില്ല. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മുത്തശ്ശി പത്രത്തിനോട് അനുബന്ധമായി പ്രസിദ്ധീകരിക്കുന്ന ആഴ്ചപ്പതിപ്പിൽ ഒരു ആർട്ടിക്കിൾ, കേരളത്തിന്റെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളുടെ മൗലികമായ കാരണം ഇടതു സർക്കാർ ഇത് കൈകാര്യം ചെയ്തു എന്നതല്ല. മുമ്പ് കാലങ്ങളിൽ വലതുപക്ഷ സർക്കാരായിരുന്നാലും കൂട്ടു സർക്കാരായിരുന്നാലും കൈകാര്യം ചെയ്തപ്പോഴും ഈ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അടിസ്ഥാനപരമായി കേരളത്തിലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾക്കുള്ള കാരണം വിദ്യാഭ്യാസ മന്ത്രി ഉപയോഗിക്കുന്ന കാറാണ്. ഇതൊരു മുത്തശ്ശി പത്രത്തിന്റെ കീഴിൽ പ്രസിദ്ധീകരിക്കുന്ന ആഴ്ചപ്പതിപ്പ്, സെക്കുലർ ആളുകൾ വായിക്കുന്ന ബുദ്ധിജീവികളുടെ സഞ്ചിയിൽ പ്രത്യേകമായി സ്ഥാനം പിടിക്കാവുന്ന ഈ ഭൂമിയുമായി ബന്ധപ്പെടുത്തിയ പേരിലറിയപ്പെടുന്ന ഒരു പത്രത്തിന്റെ ആഴ്ചപ്പതിപ്പിൽ വന്നൊരു വർത്തമാനം. വിദ്യാഭ്യാസ മന്ത്രി ഉപയോഗിക്കുന്ന കാറാണ് ഈ വിദ്യാഭ്യാസ പ്രശ്നങ്ങളുടെ മൗലികമായ കാരണം. എന്തേ പ്രശ്നം? ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാറിന്റെ നമ്പർ 13 എന്നതാണ്. അതുകൊണ്ട് തന്നെ 13 എന്ന് പറയുന്നത് അശുഭലക്ഷണമുള്ളൊരു നമ്പറാണ്. ഒരിക്കലും തന്നെ ഗുണം പിടിക്കാത്തൊരു നമ്പറാണ്, ഫലം ലഭ്യമാകാത്തൊരു നമ്പറാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിലെ കോടതികൾക്ക് 13 എന്ന നമ്പർ കാണാത്തത്. അറിയപ്പെടുന്ന പ്രത്യേകമായ ചില ലോഡ്ജുകളിൽ 13 എന്ന നമ്പർ ഉപയോഗിക്കാതിരിക്കുന്നത്. എന്തോ ഒരു അപലക്ഷണം ഈ 13 എന്ന് പറയുന്ന നമ്പറിനുണ്ട് എന്ന് ഏതോ ചില പൊട്ടന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നു. ഒരു വെട്ടി ഇത് വിളിച്ചു കൂവി. കുറെ ആളുകൾ, വിഡ്ഢികളായ ആളുകൾ ഈ ആശയത്തെ പൊക്കിപ്പിടിക്കാൻ രംഗത്തുണ്ടായി. ആ കൂട്ടത്തിൽ ശാസ്ത്രീയമായ ജ്ഞാനമുള്ള ആളുകളെന്ന് സ്വയം പരിചയപ്പെടുത്തുകയും ശാസ്ത്രത്തെ പരിപൂർണമായി സഞ്ചിയിലൊതുക്കി കൊണ്ടുപോവുകയും ചെയ്യുന്ന ബുദ്ധിരാക്ഷസന്മാരായ ആളുകളും ഇതിനോശാന പാടി. അവർ പറഞ്ഞു, ബേബി സാർ അങ്ങും ഈ കാറൊന്നു മാറ്റണം. വിദ്യാഭ്യാസ പ്രശ്നങ്ങളുടെ മൗലികമായ കാരണത്തിന് ഈ കാറാകുന്നു എന്നതിനാൽ അദ്ദേഹം ഇനി തങ്ങളുടെ ഭക്തജനങ്ങളുടെ മുമ്പിൽ, ആരാധനാവൃന്ദത്തിന് മുമ്പിൽ ഞാനൊരു വഴിയാത ഒരു ഇടങ്കോലിടണ്ട എന്ന് കരുതിയിട്ട് അദ്ദേഹം കാറ് മാറ്റി. വിദ്യാഭ്യാസം ഒന്നുകൂടി വഷളായി. ഞാൻ പോകുന്ന മേഖല എന്ന് പറയുന്നത് രാഷ്ട്രീയ തമ്പുരാക്കന്മാരായ ആളുകൾ ഒരുപക്ഷെ സെക്കുലർ രീതി സ്വീകരിക്കുന്നു എന്ന് പറയുകയും ആത്മീയമായ കച്ചവടങ്ങൾക്കെതിരെയും ആത്മീയമായ വ്യവസായങ്ങൾക്കെതിരെയും മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ഞങ്ങളിതാ തയ്യാറാണ് എന്ന് പ്രഖ്യാപനം നിർവഹിക്കുകയും ചെയ്യുന്ന വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ, വിപ്ലവ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരായ ആളുകൾക്കെന്ത് 13 എന്ന് പറയുന്ന നമ്പറിനോട് ഇത്ര വലിയൊരു എതിർപ്പ്? ഒരാത്മീയത അവിടെ കിടക്കുന്ന രാഷ്ട്രീയപരമായ ആത്മീയ ചൂഷണം അതിന്റെ പിന്നിലുണ്ട് എന്നർത്ഥം. അതിനെയാണ് സെക്കുലർ സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കുന്നത്. ഇന്ന് നിലവിലുള്ള വിദ്യാഭ്യാസ മന്ത്രിക്ക് മുമ്പ് ഒരു വിദ്യാഭ്യാസ മന്ത്രി കേരളം ഭരിച്ചിരുന്നു. ആ വിദ്യാഭ്യാസ മന്ത്രി ജൂൺ മാസത്തിലെ 1ാമത്തെ അധ്യയന ദിവസം ചൊവ്വാഴ്ചയാണ് എന്ന് കണ്ടുപിടിച്ചു. ജൂൺ മാസം 1-ാം തീയതി ചൊവ്വാഴ്ചയായി. ആ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അദ്ദേഹം ഒരു മുസ്ലിം പാരമ്പര്യമുള്ള വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഏതോ ഒരു പണിക്കരെ സമീപിച്ചു. ആ പണിക്കരോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ പണിക്കർ പറഞ്ഞു അത്രേ, ചൊവ്വാഴ്ച വിദ്യാലയം തുറന്നാൽ ഇവിടെ ആകെ താറുമാറാകും. അതുകൊണ്ട് അദ്ദേഹം ഒരു പ്രത്യേകമായ ഒരു ഓർഡറിലൂടെ 1-ാം തീയതി ചൊവ്വാഴ്ച അതിന്റെ പേരിൽ നിങ്ങൾ കലാലയങ്ങൾ തുറക്കരുത് എന്ന് പറയാതെ കലാലയങ്ങൾ തുറക്കുന്നത് 2-ാം തീയതി അല്ലെങ്കിൽ 2ാമത്തെ അധ്യയന ദിവസം ബുധനാഴ്ച അന്നായിരിക്കുമെന്ന് അദ്ദേഹം ഓർഡർ ഇട്ടു. ഇത് രാഷ്ട്രീയപരമായ ആത്മീയ ചൂഷണമാണ്. രാഷ്ട്രീയപരമായ ആത്മീയ ചൂഷണം. ചില രാഷ്ട്രീയ പാർട്ടികളായ ആളുകൾ മത്സരിക്കാൻ പോകുന്ന സമയത്ത് ആ മത്സരത്തിന് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി രംഗത്ത് വരുമ്പോ ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് യാത്ര നടത്തുന്നു. മുസ്ലിങ്ങൾ ഇതിൽ കുറവല്ല, അമുസ്ലിങ്ങളും ഇതിൽ കുറവല്ല, ക്രൈസ്തവരായ ആളുകളും കുറവല്ല. ഒരുപക്ഷെ സൈമൺ ബ്രിട്ടോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിൽ നിന്ന് ചിലപ്പോൾ ഒഴിവായിരിക്കാം. തിരുവനന്തപുരത്തെ MLA ക്വാർട്ടേഴ്സിൽ 13 എന്ന് പറയുന്ന നമ്പറുള്ള ഒരു റൂം കാലാകാലങ്ങളിലായി പൊടി പിടിച്ച് കിടക്കുന്നു. അതിൽ കയറാൻ ആരും തയ്യാറില്ല. എത്ര വലിയ ഭക്തിയുടെ പേരിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകളായിരുന്നാലും, എത്ര വലിയ യുക്തിവാദത്തിന്റെ പേരിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകളായിരുന്നാലും ശരി, വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്കോ വിമോചന പ്രസ്ഥാനത്തിന്റെ ആളുകൾക്കോ MLA ക്വാർട്ടേഴ്സിലെ 13 എന്ന് പറയുന്ന നമ്പറുള്ള റൂമിലേക്ക് കയറാൻ ഭയമാണ്. സൈമൺ ബ്രിട്ടോ അത് സ്വീകരിച്ചു. അദ്ദേഹത്തെ നമ്മൾ ഒഴിവാക്കാം തൽക്കാലം. ഞാൻ പറഞ്ഞത്, കാലാകാലങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആ തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സന്ദർഭങ്ങളിൽ ഈ നോമിനേഷൻ സമർപ്പിക്കുന്നതിന് മുമ്പായി മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയുള്ള ആളുകളായിരുന്നാലും, വലതു സർക്കാരായിരുന്നാലും ഇടത് സർക്കാരായിരുന്നാലും, ഇടത് വലത്
വ്യത്യാസമില്ലാതെ, മുസ്ലിം വ്യത്യാസമില്ലാതെ, ക്രൈസ്തവ വ്യത്യാസമില്ലാതെ പ്രാദേശികമായിട്ടുള്ള ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് പോയിട്ട് ആശീർവാദങ്ങൾ വാങ്ങിയതിനു ശേഷമാണ് അധികാരികൾക്ക് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ പേരെന്താണ്? ആത്മീയപരമായ ചൂഷണം. വിശ്വാസികളായ ആളുകളെയും ആത്മീയമായിട്ടുള്ള ചിന്തിക്കുന്ന ആളുകളെയും കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മീയ ചൂഷണത്തിന്റെ ഒരു മാർഗം മാത്രമാണ്. ചന്ദ്രസ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇന്ത്യ രാജ്യത്തിലെ പരമോന്നതമായ മേഖലകളിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കുറുക്കുവേലകൾ ഒപ്പിച്ചെടുത്തത് കേരളത്തിലെ പ്രബുദ്ധമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. ഇന്ത്യ ബഹുമാനിക്കുന്ന, ഇന്ത്യ ആദരിക്കുന്ന രാജീവ് ഗാന്ധി എന്ന് പറയുന്ന പ്രധാനമന്ത്രി, ആ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന സമയത്ത് രാജീവ് ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോകുമ്പോ അദ്ദേഹവും അദ്ദേഹത്തിന് എതിരായി മത്സരിച്ചിരുന്ന വ്യക്തിയും ഒരേ ആത്മീയ കേന്ദ്രത്തിൽ പോയി ആശീർവാദം വാങ്ങിയതിനു ശേഷമാണ് നോമിനേഷൻ കൊടുത്തത്. വലതു സർക്കാർ ഇതിൽ നിന്നൊഴിവല്ല. ഇടത് സർക്കാരിന്റെ അവസ്ഥ നമുക്ക് കൃത്യമായി കാണാൻ കഴിഞ്ഞതുമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഏതെങ്കിലും പ്രത്യേകമായ കേന്ദ്രങ്ങളിലെ പ്രത്യേകമായ മമതയോടെയും സ്നേഹത്തോടെയും പരിഗണിക്കുന്നതിന് പിന്നിലെ യാഥാർത്ഥ്യമെന്ത് എന്ന് പരിശോധിച്ചാൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചൂഷണങ്ങൾ ആത്മീയതയുടെ തിണ്ണവലത്തിൽ നിർവഹിക്കാൻ സാധ്യമായാൽ അത് സ്വീകരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നത് മാത്രമാണ്. സുനാമി തിരമാലകൾ ആഞ്ഞു വീശിയപ്പോ ആ സുനാമി തിരമാലകളിൽ പ്രയാസം അനുഭവിക്കുകയും കഷ്ടപ്പെടുകയും വീട് നഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുള്ള ആബാലവൃദ്ധം ജനങ്ങൾക്ക് ആശ്വാസവും അതേപോലെ തന്നെ അത്താണിയും നൽകുന്നിടത്ത് രംഗത്ത് വന്നിട്ടുള്ള ഒരു മനുഷ്യദൈവമുണ്ട് നമ്മുടെ നാട്ടിൽ. അവരുടെ കാരുണ്യ പ്രവർത്തനത്തെയോ സേവന പ്രവർത്തനത്തെയോ ചെറുതാക്കി കാണിക്കുകയോ ഇകഴ്ത്തി കാണിക്കുകയോ അല്ല നിർവഹിക്കുന്നത്. പക്ഷേ കോടാനക്കോടി രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ വേണ്ടി രംഗത്ത് വരുമ്പോ അന്നത്തെ സർക്കാർ ഈ കോടാനക്കോടി രൂപയുടെ സോഴ്സ് എവിടുന്നാണ് ലഭ്യമായത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നിർവഹിക്കാനോ ചർച്ചയ്ക്ക് വിഷയീഭവിക്കാനോ ചോദിക്കാനോ തയ്യാറായില്ല. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സാധുവായ ഒരു മനുഷ്യൻ അവന് പാവപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു കൂര വെച്ച് കൊടുക്കാൻ തയ്യാറായാൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽപ്പെട്ട അല്ലെങ്കിൽ പഞ്ചായത്തിൽപ്പെട്ട ആളുകൾ വന്നിട്ട് എവിടെയാണ് വരുമാനത്തിന്റെ രേഖ എന്ന് ചോദിക്കും. ഇൻകം ടാക്സുകാർ വന്നിട്ട് ഇത്രയൊരു കെട്ടിടം ഉണ്ടാക്കി കൊടുക്കാൻ നീ ഒരു സാധാരണ കൂലിവേലക്കാരനല്ലേ എന്ന് പറഞ്ഞവന്റെ പിന്നാലെ കൂടും. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് നാം എതിരല്ല. പക്ഷേ ഈ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിക്ക് ആവശ്യമായിട്ടുള്ള സോഴ്സ് എവിടുന്നാണ് ലഭ്യമായത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നിർവഹിക്കണമെന്ന് വിവിധങ്ങളായ കേന്ദ്രങ്ങളിൽ നിന്ന് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ അതൊരിക്കലും തന്നെ ചർച്ചാ വിഷയമാക്കാൻ കഴിയാതെ വന്നത് അത്തരം കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പതിഞ്ഞ സ്വരമെങ്കിലും പുറത്തു വന്നാൽ അത് ആ ആശയത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകളിൽ നിന്ന് വോട്ട് കുറയാനുള്ള ഒരു കാരണമായി മാറുമോ എന്ന ഉൾഭയമാണ്, അല്ലെങ്കിൽ ആത്മീയമായ ഭയമാണ് ഇതിന്റെ പിന്നിലെ വികാരം.